റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടി നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ആണ് ചേസിങ് കൂടുതലാണ്. ചേസിങ് കൂടുതലായതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത്. സോ ആ ഒരു ചേസിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സൈലൻസ് നിങ്ങൾ തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവരുടെ അപ്ഡേഷൻസ് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവര് വന്ന് നോക്കുന്നുണ്ടോ, എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു ആക്ഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സൈലൻസ് നിങ്ങൾ സ്വയം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആക്ഷൻസ് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. 2, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നത്. സോ തീർച്ചയായും നിങ്ങൾ അവിടെ ഇൻവിസിബിൾ ആകേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും അവരുടെ അപ്ഡേഷൻസ് അറിഞ്ഞുകൊണ്ട് അതിന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരിടുന്ന പോസ്റ്റിന് റിപ്ലൈ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അൺഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ ലൈഫിൽ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് അവിടെ കൃത്യമായി വർക്കാകില്ല. സോ കംപ്ലീറ്റ് ആയി ഇൻവിസിബിൾ ആകാൻ വേണ്ടി ശ്രമിക്കുക. 3, അവരിലേക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് വ്യക്തികളോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സർക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. 4, ഇതെല്ലാം നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് ആണ്. നിങ്ങളാണ് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് വീണ്ടും തിരികെ പോകുന്നതിന് വേണ്ടിയായിരിക്കാം. സോ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ റൂൾസ്. അത് നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റ തവണയല്ലേ, ഒരു ബർത്ത്ഡേ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേറ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് മെസ്സേജ് അയച്ചേക്കാം, ഇങ്ങനെയൊക്കെ കരുതി ഒറ്റ തവണയല്ലേ എന്ന് വിചാരിച്ച് പല ആളുകളും ആ ഒരു നോ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരു തവണ നോ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഫൈനലി ഈ ഒരു സ്പേസ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾ തീരെ സംസാരിക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഗോള് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ ആ സമയത്ത് അതിനു വേണ്ടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരികെ വരാൻ കാരണമാകുന്ന എന്തെങ്കിലും ഒരു റീസൺ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം.